നമസ്കാരം. ദേവസൈന്യയിലേക്കും ക്ഷേത്ര ഐതിഹ്യത്തിന്റെ പുതിയൊരു പങ്ക്തിയായ ചാത്തന്നൂർ ഭൂതനാഥസ്വാമി ക്ഷേത്രത്തിലേക്കും ഏവർക്കും സ്വാഗതം. കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിലെ പ്രശസ്തമായ പുരാതന ആരാധനാലയമാണ് ശ്രീ ഭൂതനാഥസ്വാമി ക്ഷേത്രം. കേരളത്തിലെ 108 ശാസ്താക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. അയ്യപ്പന്റെയും ശിവന്റെയും രൂപത്തിലുള്ള ഭൂതനാഥനാണ് പ്രധാന പ്രതിഷ്ഠ. ക്ഷേത്രത്തിൽ 2 പ്രത്യേക ശ്രീകോവിലുകളുണ്ട്. ഒന്നിൽ ശിവനും ദേവിയും ശ്രീ ഭൂതനാഥനും ഒപ്പവും മറ്റൊന്നിൽ ശിവഭഗവാനും ഉപദേവതയായി ഗണപതിയും വിരാജിക്കുന്നു. കേരളത്തിലെ 108 അയ്യപ്പൻ കാവുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന തോറ്റംപാട്ടിൽ ഈ ക്ഷേത്രം നായരുകുളങ്ങര കാവ് എന്നറിയപ്പെടുന്നു. പണ്ടുകാലത്ത് കുളങ്ങര നായർ എന്ന പ്രാദേശിക ഭരണാധികാരിയായിരുന്നു ക്ഷേത്രം ഭരിച്ചിരുന്നത്. പാറയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം കിഴക്കോട്ട് ദർശനമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്ര ചുവരുകളിൽ മഹാഭാരതത്തിലെയും രാമായണത്തിലെയും രംഗങ്ങൾ ഉൾക്കൊള്ളുന്ന മനോഹരമായ ലിഖിതങ്ങളും കൊത്തുപണികളും കാണാം. മീനമാസത്തിലെ അത്തം നാളിൽ ആറാട്ടോടെ അവസാനിക്കുന്ന 10 ദിവസത്തെ ഉത്സവമാണ് പ്രധാന ആഘോഷം. ഈ ഉത്സവത്തിലെ ഏറ്റവും വലിയ ആകർഷണം ഭീമാകാരമായ നെടും കുതിരകളാണ്, അതായത് കുതിരകളുടെ പ്രതിമകൾ. ദക്ഷിണ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ നെടുംകുതിര എഴുന്നള്ളത്തുകളിൽ ഒന്നാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന സരസ്വതി പൂജയും 12 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുമാണ് ഉത്രം വിളക്ക്. ഉത്രം വിളക്ക് പ്രശസ്തമാണ്. ചാത്തന്നൂർ ശ്രീ ഭൂതനാഥ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെയും ഉത്സവത്തെയും കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ. ക്ഷേത്രത്തിന്റെ ഏറ്റവും പഴയ പേരാണ് നായരുകുളങ്ങര കാവ്. കേരളത്തിലെ 108 ശാസ്താ ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയുന്ന അയ്യപ്പൻ തീയാട്ടുപാട്ടിൽ ഈ ക്ഷേത്രത്തെ നായരുകുളങ്ങര കാവ് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. പുരാതന കാലത്ത് ഈ പ്രദേശത്തെ ഭരണാധികാരിയായിരുന്ന കുളങ്ങര നായരുടെ മേൽനോട്ടത്തിലായിരുന്നു ക്ഷേത്രം പ്രവർത്തിച്ചിരുന്നത്. ഇതിനാലാണ് ക്ഷേത്രത്തിന് ഈ പേര് ലഭിച്ചതെന്ന് കരുതപ്പെടുന്നു. കേരളത്തിലെ മറ്റു പുരാതന ക്ഷേത്രങ്ങളെയും പോലെ ഈ ക്ഷേത്രവും പരശുരാമനുമായി ബന്ധപ്പെട്ടതാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഇവിടുത്തെ വിഗ്രഹം കൊച്ചി, കോട്ടയം, ആലപ്പുഴ മേഖലയിലെ ഏതോ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നും ഐതിഹ്യമുണ്ട്. ക്ഷേത്രത്തിന്റെ മണ്ഡപത്തിലും ചുമരുകളിലും മഹാഭാരതം, രാമായണം എന്നിവയുടെ ദൃശ്യങ്ങൾ കൊത്തിവച്ചിട്ടുണ്ട്. ഇവ പ്രശസ്ത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ സൃഷ്ടികളാൽ പ്രചോദിതമാണെന്ന് പറയപ്പെടുന്നു. വാർഷിക ഉത്സവം. മീനമാസത്തിൽ അത്തം നക്ഷത്രത്തിൽ ആറാട്ടോടെ അവസാനിക്കുന്ന 10 ദിവസത്തെ ഉത്സവമാണ് വാർഷിക ഉത്സവം. തൃക്കൊടിയേറ്റോടുകൂടി തുടങ്ങുന്ന ഉത്സവത്തിൽ പള്ളിവേട്ട, ആറാട്ട് എന്നിവ പ്രധാന ചടങ്ങുകളാണ്. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ ആചാരമാണ് നെടുംകുതിര എഴുന്നള്ളത്ത്. ദക്ഷിണ കേരളത്തിലെ തന്നെ ഏറ്റവും ഭീമാകാരമായ നെടുംകുതിരകൾ, അതായത് കെട്ടുകാഴ്ചകൾ, ഈ ഉത്സവത്തിന്റെ ഭാഗമായി അണിനിരക്കുന്നു. ചാത്തന്നൂർ ഭൂതനാഥന്റെ നെടുംകുതിര കെട്ടുകാഴ്ചകൾ കാണാൻ നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്താറുണ്ട്. ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന ആഘോഷമാണ് ഉത്രം വിളക്ക്. സരസ്വതി പൂജയുമായി ബന്ധപ്പെട്ടതാണ് ഈ ആഘോഷം. ഭദ്രദീപം തെളിക്കലും പഞ്ചാരിമേളവും ഇതിന്റെ പ്രധാന ആകർഷണങ്ങളാണ്. എല്ലാ മലയാള മാസത്തിലെയും ഉത്രം നാളിൽ വിശേഷാൽ പൂജകളും അന്നദാനവും നടക്കാറുണ്ട്. കൂടാതെ ശനിയാഴ്ചകളിൽ നടക്കുന്ന ശനീശ്വര പൂജയും നീരാഞ്ജനവും ഭക്തർക്ക് പ്രധാനമാണ്. സാധാരണയായി രാവിലെ 5 മുതൽ 10 വരെയും വൈകുന്നേരം 5 മുതൽ 8 വരെയുമാണ് ക്ഷേത്രം തുറന്നിരിക്കുന്നത്. നന്ദി, നമസ്കാരം.